ജ്യോത്സ്യൻ പണിക്കരുടെ വാക്കുകൾ ഇരവി രാമൻപിള്ള ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. അയാൾ പറഞ്ഞതെന്താണ്? കഴിഞ്ഞ 6 മാസമായി താനും തൻ്റെ കുടുംബവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്ത പരമ്പരയുടെ മൂലഹേതു തൻ്റെ തറവാട്ട് വീടാണ്. എത്രയും പെട്ടെന്ന് മറ്റൊരാൾക്ക് ആ തറവാട്ട് വീട് കൈമാറണമെന്നും അതിനുശേഷം അവിടെ നിന്ന് താമസം മാറിയാൽ മാത്രമേ തൻ്റെ ദുരിത പരമ്പര അവസാനിക്കൂ എന്നും അയാൾ കൂട്ടിച്ചേർത്തിരുന്നു. കഴിഞ്ഞ 6 മാസമായി നാട്ടുകാരുടെ കണ്ണിൽ തൻ്റെ വീട്, തൻ്റെ തറവാട്ട് വീട് അതൊരു പ്രേതഭവനമാണ്. കാരണം 6 മാസം മുമ്പ് തൻ്റെ വീട്ടിലെ ജോലിക്കാരി ദുരൂഹമായ സാഹചര്യത്തിൽ അവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് തനിക്ക് നേരിടേണ്ടി വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി തറവാടിൻ്റെ ജോലിക്കാരനായി അവിടെ എത്തിയതും പിന്നീട് മുതലാളിയുടെ മകളെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് തറവാടിൻ്റെ അനന്തരാവകാശിയായി മാറിയതുമെല്ലാം ഇന്നലെ നടന്നതുപോലെ അയാൾ ഓർത്തു. തറവാടിൻ്റെ പ്രൗഢിയും പെരുമയുമൊക്കെ ഒന്ന് ആസ്വദിച്ച് വരുന്നേ ഉള്ളായിരുന്നുള്ളൂ. സാരമില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കണമല്ലോ. പെട്ടെന്നുള്ള തൻ്റെ ഉയർച്ചയിൽ അസൂയാലുക്കളായ നാട്ടുകാരിൽ കൂടുതൽ പേരും ഇന്ന് തൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ പ്രേതഭവനമെന്ന് മുദ്രകുത്തിയിരിക്കുന്ന തൻ്റെ വീട് മറ്റൊരാൾ കൈമാറാൻ അവർ സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ചന്തുപണിക്കർ, കാര്യസ്ഥനായ ചന്തുപണിക്കർ ദാസൻ മാഷിൻ്റെ കാര്യം ഓർമ്മിച്ചത്. ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ ഒരേയൊരു യുക്തിവാദിയാണ് ദാസൻ മാഷ്. സ്വദേശം വളരെ ദൂരെയാണെങ്കിലും നാട്ടിലെ മാനവൻ സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് കയറിയാളാണ് ദാസൻ മാഷ്. അദ്ദേഹം നാട്ടുകാരുടെ കണ്ണിലോണിയുമാണ്. എത്രയും വേഗം ഈ നാട്ടിലൊരു വീട് വാങ്ങി ഇവിടെ സെറ്റിലാകണം, അതാണ് മാഷിൻ്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ കാര്യസ്ഥനായ ചന്തുപണിക്കർ വഴി ഇരവിപ്പിള്ള ഒരു ചർച്ച നടത്തുകയും അതിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ദാസൻ മാഷ് ആ വീട് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ എഴുത്തുകുത്തുകളും രജിസ്ട്രേഷനുമൊക്കെ വളരെ പെട്ടെന്ന് നടക്കുകയും ദാസൻ മാഷ് പുതുശ്ശേരി തറവാടിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാഷിൻ്റെ അനിയനായ ഗോപൻ അവിടെ മാഷിൻ്റെ കൂടെ താമസിക്കാനെത്തി. ഗോപൻ ഒരു പുരാവസ്തു ഗവേഷകനാണ്. ഗോപനെ സംബന്ധിച്ച് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുതുശ്ശേരി തറവാട് ഒരു അക്ഷയ ഖനിയാണ്. പുതുശ്ശേരി തറവാടിലെ അമൂല്യങ്ങളായ പല പുരാവസ്തുക്കളും അതുപോലെ താളിയോല ഗ്രന്ഥങ്ങളുമൊക്കെ ഇരവിപ്പിള്ള വാരിക്കെട്ടി തൻ്റെ പുതിയ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ ഗോപൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവയൊക്കെ പഠനത്തിനായി വിട്ടു നൽകാൻ അയാൾ തയ്യാറായി. അങ്ങനെ താളിയോല ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഗോപന് അതിൻ്റെ ഭാഷ സംസ്കൃതം പോലെ മറ്റൊന്നാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിൻ്റെ വായിക്കാനായി, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ജ്യോത്സ്യൻ്റെ സഹായം തേടാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ജ്യോത്സ്യൻ ഈ താളിയോല ഗ്രന്ഥങ്ങൾ കാര്യമായി പരിശോധിച്ചു. ഒരു ഞെട്ടലോടെ അയാൾ ഒരു സത്യം മനസ്സിലാക്കി. പുതുശ്ശേരി തറവാടിൻ്റെ ഒത്ത മധ്യഭാഗത്തായി ഒരു നീന്തൽക്കുളമുണ്ട്. ആ നീന്തൽക്കുളത്തിൻ്റെ കൃത്യമായ മധ്യഭാഗത്ത് സമചതുരാകൃതിയിൽ കുഴിച്ചു ചെല്ലുമ്പോൾ അവിടെ ഒരു നിലവറ കാണാൻ സാധിക്കും. ആ നിലവറയ്ക്കുള്ളിൽ സ്വർണവും രത്നവും മുത്തും പവിഴങ്ങളും ഒക്കെ ചേർന്ന ഒരു വലിയ നിധികുംഭം അത് സൂക്ഷിച്ചിട്ടുണ്ട്. അത്യാഗ്രഹം മൂത്ത ജ്യോത്സ്യൻ പണിക്കർ ഗോപനെ തന്ത്രപൂർവ്വം പറഞ്ഞയക്കുകയും ഈ വിവരം ഇരവിപ്പിള്ളയെ അറിയിക്കുകയും ചെയ്തു. താൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നടന്ന തറവാടിൻ്റെ മുറ്റത്ത് ഒരു നിധികുംഭം. ഇരവിപ്പിള്ളയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. എങ്ങനെയെങ്കിലും തൻ്റെ തറവാട് വീണ്ടെടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ ദാസൻ മാഷിനോടും ഗോപനോടും പലതവണ പറഞ്ഞു നോക്കിയെങ്കിലും അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ചുരുങ്ങിയ വിലയ്ക്ക് ഇത്രയും വലിയ കൊട്ടാര സദൃശ്യമായ ഒരു വീട് അവർക്ക് ലഭിച്ചതിൽ അവർ സന്തുഷ്ടരായിരുന്നു. 3 കോളേജ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ ചാത്തനേറ് എന്ന കലാപരിപാടി വരെ ഇരവിപ്പിള്ള പയറ്റി നോക്കി. എന്നാൽ യുക്തിവാദികളായ ദാസൻ മാഷിൻ്റെയും ഗോപൻ്റെയും മുമ്പിൽ അതൊന്നും വിലപ്പോയില്ല. അങ്ങനെ നിധികുംഭം വീണ്ടെടുക്കാൻ അവർ ഒരു വലിയ പദ്ധതി തയ്യാറാക്കി. ആദ്യമൊക്കെ ഇരവിപ്പിള്ളയും ചന്തുപണിക്കരും ജ്യോത്സ്യനും മാത്രം അറിയാമായിരുന്ന ആ രഹസ്യം പതിയെ ലീക്കാവുകയും ഗ്രാമം മുഴുവൻ നിധികുംഭത്തിൻ്റെ കഥയറിയുകയും ചെയ്തു. പിന്നീട് ഒരു ഗ്രാമം മുഴുവൻ ആ നിധികുംഭത്തിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ഞാനീ പറഞ്ഞത് ഒരു സിനിമയുടെ കഥയാണ്, മലയാള സിനിമയുടെ കഥ. ഏത് സിനിമയുടെ കഥയാണെന്ന് ഇതിനകം പലർക്കും മനസ്സിലായി കാണും. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ജഗദീഷും ശ്രീനിവാസനും കഥ എഴുതി ടി.എസ്. സുരേഷ് ബാബു സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രം ജഗതിയുടെയും പപ്പുവിൻ്റെയും മാളയുടെയും ഇന്നസെൻ്റെയും വി.ഡി. രാജപ്പൻ്റെയും ജഗദീഷിൻ്റെയും മുകേഷിൻ്റെയും അതുപോലെ മണിയമ്പിള്ള രാജുവിൻ്റെയും പിന്നെ നായകന്മാരായ ശങ്കറിൻ്റെയും നെടുമുടി വേണുവിൻ്റെയും ഒക്കെ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കൊണ്ട് കാണികളെ പൊട്ടിച്ചിരിപ്പിച്ച ഒന്നാണ്. സിനിമ ഏതാണെന്ന് മനസ്സിലായ 80s കിഡ്സും 90s കിഡ്സും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്